വെടിനിർത്തലിന് ശേഷമുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. വെടിനിർത്തൽ ലംഘിച്ചതിൽ പാകിസ്ഥാൻ മറുപടി പറയണം എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. പാകിസ്ഥാനുമായി ഉള്ളത് ഉടമ്പടിയല്ല, ധാരണ മാത്രമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ധാരണയ്ക്ക് ലംഘനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കും. അതിർത്തിയിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇന്നലെ രാത്രി 10:30 ശേഷം ഡ്രോൺ ആക്രമണങ്ങളോ വെടിവെപ്പോ ഉണ്ടായിട്ടില്ല. നാളെ ഇരു രാജ്യങ്ങളിലെയും DGMOമാർ തമ്മിൽ ചർച്ച നടത്തും. ഇതിനിടെ സലാൽ ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും തുറന്നിട്ടുണ്ട്. ഇതോടെ ചെനാബ് നദിയിലെ നീരൊഴുക്ക് കൂടുതൽ ശക്തമാകും. അതിനിടെ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും പ്രശംസിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചു. ഇന്ന് ടെക്നോളജി ഡേ ആണെന്ന പശ്ചാത്തലത്തിൽ ആണ് രാജ്നാഥിന്റെ പോസ്റ്റ്. രാവിലെ ലക്നൌവിൽ ബ്രഹ്മോസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ രാജ്നാഥിന്റെ പ്രതികരണം കൂടുതലായി ഉണ്ടാകും എന്നാണ് സൂചന. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, വെടിനിർത്തലിന് ശേഷമുള്ള മണിക്കൂറുകളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പ്രാബല്യത്തിൽ വന്നുവെങ്കിലും പാകിസ്ഥാൻ അത് ലംഘിച്ചു. അക്കാര്യം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തന്റെ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചതുമാണ്. അതിനുശേഷമുള്ള സാഹചര്യത്തെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിരിക്കുന്നത് ഒരു വെടിനിർത്തൽ കരാറല്ല, മറിച്ച് ഒരു ധാരണ മാത്രമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. എപ്പോൾ വേണമെങ്കിലും തിരുത്താവുന്ന, എപ്പോൾ പ്രകോപനമുണ്ടായാലും തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരു ധാരണ മാത്രമാണ്. ഇതിന് മറ്റൊരു ഉടമ്പടിയുടെ സ്വഭാവമില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അത് ശക്തമായി അറിയിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നാളെ ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ ഒരു പക്ഷേ ഉടമ്പടി സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ വന്നേക്കാം. എന്നാൽ മാത്രമേ ഒരു പൂർണ്ണ സമാധാന സാഹചര്യം എന്ന് പറയാൻ വയ്യൂ. ഇപ്പോൾ ആ യുദ്ധ നീക്കത്തിൽ, ആ വെടിവെപ്പിൽ മാത്രം ഒരു ശമനമുണ്ടായി, അത്തരം ഒരു ധാരണ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറം ഒരു ധാരണയും ഉണ്ടായിട്ടില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്ന കാര്യം. രാജ്യതലസ്ഥാനത്ത് നിർണായകമായ യോഗങ്ങൾ ഇന്നും തുടരുകയാണ്. 11 മണിയോടുകൂടി സൈനിക കാര്യ വകുപ്പ് മാധ്യമങ്ങളെ കാണുമെന്ന് ഒരു അറിയിപ്പ് ആദ്യം വന്നിരുന്നു. പിന്നീട് അത് മാറ്റിവെക്കുന്നു എന്ന കാര്യം കൂടി വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ട് വിദേശകാര്യ വകുപ്പും ഒപ്പം പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി മാധ്യമങ്ങളെ തന്നെ കാണാനാണ് സാധ്യത. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം ഇന്ന് തന്നെ ഉണ്ടായേക്കും. കാരണം വളരെ തന്ത്രപ്രധാനമായ യോഗങ്ങളും സാഹചര്യങ്ങളുമാണ് നിലവിലുള്ളത്. നാളത്തെ യോഗം ഈ ഇരു രാജ്യത്തിൻ്റെയും സൈനിക പ്രതിനിധികളുടെ യോഗത്തിന് മുമ്പായി സ്വീകരിക്കേണ്ട നടപടികളും ഒപ്പം ഇന്ത്യ ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന തുടർ നിലപാടുകളും ഒക്കെ ചർച്ചയാവും. നമുക്കറിയാം, ഈ ഇന്ത്യ ഇത്തരമൊരു സീസ് ഫയർ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും ഏതൊരു തരത്തിലുള്ള വെടിവെപ്പും ഇനി ഒരു സൈനിക നീക്കത്തിന് ഇടവെക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതൊരു ഇന്ത്യയുടെ തുടർ നയമായി തന്നെ മാറാനാണ് സാധ്യത. പാകിസ്ഥാന് കനത്ത മുന്നറിയിപ്പ് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അത്തരമൊരു നീക്കം ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്തായാലും ഇതൊരു ഉടമ്പടിയല്ല, ഏതു സമയവും ലംഘിക്കപ്പെടാവുന്ന, ഏത് സമയവും പ്രകോപനമുണ്ടായാൽ തിരിച്ചു വെടിവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന് തന്നെയാണ് ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട്. ഇതേ നിർദ്ദേശം തന്നെയാണ് സൈനിക വിഭാഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിർത്തിയിലെ സൈനിക നീക്കവും ജാഗ്രതയും അതിശക്തമായി തന്നെ തുടരുകയും ചെയ്യുന്നു. യെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ സജിത്ത്, ഇന്നിപ്പോൾ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായേക്കുമെന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമുണ്ടോ? ഇന്ന് 11 മണിക്ക് വീണ്ടും മാധ്യമങ്ങളെ കാണും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയില്ല എന്നതാണ്. അതൊരു വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പെയുള്ള തുടർ ആലോചനകളുടെ ഒരു യോഗം, ഒരു ഇന്റേണൽ യോഗമാണ് ചേരാനിരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെയെങ്കിൽ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയില്ല. വൈകിട്ടൊരു പക്ഷേ വിദേശകാര്യ മന്ത്രാലയം വിശദമായി തന്നെ മാധ്യമങ്ങളെ കാണാം. ഒപ്പം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ആളുകളും അതിൽ പങ്കെടുത്തേക്കാം. അതിൽ വിശദമായൊരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും വീണ്ടും വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത് നമ്മൾ കണ്ടതാണ്. ഇന്ന് വൈകിട്ടും മാധ്യമങ്ങളെ കാണും. നാളെ നിർണായകമായ യോഗം ചേരുകയാണ്. ഇതിനിടെ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ പ്രതിപക്ഷത്തു നിന്നൊക്കെ വലിയ വിമർശനങ്ങൾ വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് കൂടിയാണ് സർക്കാർ ഈ തരത്തിലൊരു നിലപാട് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഉണ്ടായിരിക്കുന്നത് ഒരു ഉടമ്പടിയല്ല, ഒരു ധാരണ മാത്രമെന്ന് ഊന്നി പറയുകയാണ് കേന്ദ്ര സർക്കാർ. യെസ്, ഇപ്പോൾ ഈ സഞ്ജയ് റൌട്ട് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ നിലവിൽ രാജ്യത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് അതൃപ്തിയുണ്ട് ഇപ്പോഴത്തെ ഒരു നീക്കത്തിൽ എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കണം എന്നുള്ളതാണല്ലോ ആവശ്യമായി വന്നിട്ടുള്ളത്. മാത്രവുമല്ല, കോൺഗ്രസിന്റെ ഹാൻഡിലുകളിലും ഇത്തരത്തിൽ ചെറിയ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
ഈ വെടിനിർത്തലിലേക്ക് പോയത് ശരിയായില്ല എന്ന്. അതിൽ ശശി തരൂരിനെ പോലെയുള്ളവരുടെ പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ് താനും. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഭിലാഷ്. പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുള്ള വിമർശനത്തെ സർക്കാരിന് നേരിടേണ്ടി വരുന്നു എന്ന സാഹചര്യമുണ്ട്. അതിൽ സഞ്ജയ് റൌത്ത് അടക്കം ശക്തമായ വിമർശനം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. രാജ്യം അപമാനിതമായിരിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ സർവകക്ഷി യോഗം വിളിക്കൂ, പ്രധാനമന്ത്രിയിൽ പങ്കെടുക്കൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ ഒരു രത്ന ചുരുക്കം. ഒന്ന്, രാജ്യം ഈ സീസ് ഫയർ എന്നത് ഒരു വലിയ മോശം കാര്യമാണ്, അത് രാജ്യത്തിന് നഷ്ടമുണ്ടാക്കി എന്നൊരു ആക്ഷേപം ഉന്നയിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണത്. സർവകക്ഷി യോഗം വിളിക്കൂ, രാജ്യത്തോട് വിശദീകരിക്കൂ, പ്രധാനമന്ത്രി പങ്കെടുക്കൂ. നേരത്തെ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിനുള്ള വിമർശനം കൂടി അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പക്ഷേ ഇതിൽ പ്രധാനമായ ഒരു കാര്യം അഭിലാഷ്, 1971 ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലത്തെ പാകിസ്ഥാൻ യുദ്ധവും അന്ന് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളും വിവരിച്ചുകൊണ്ട് കോൺഗ്രസ് കേന്ദ്രങ്ങളിലൊക്കെ, കോൺഗ്രസ് ട്വിറ്റർ ഹാൻഡിലുകളിലൊക്കെ വലിയ തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയെയും നരേന്ദ്രമോദിയെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രചരണമാണ് നടക്കുന്നത്. പക്ഷേ അവിടെ തിരിച്ചറിയാവുന്ന ഒരു കാര്യമുണ്ടാവുന്നത്, കോൺഗ്രസിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി എന്നതാണ്. ഒന്ന് ശശി തരൂരാണ്. അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, മോദി പൂർണ്ണമായും ഇപ്പോൾ അന്നത്തെ 1971 സ്വീകരിക്കാൻ കഴിയുന്ന നിലപാടായിരുന്നില്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യം മാറി, അത് മനസ്സിലാക്കണമെന്നതാണ് അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടിയായി പറയുന്നത്. പൂർണ്ണമായും അദ്ദേഹം കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകുന്നു. അതേസമയം പി ചിദംബരം, അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടി ശ്രദ്ധേയമാണ്. പി ചിദംബരം ഇന്നൊരു ദേശീയ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിന് വലിയ പിന്തുണ നൽകുന്നു എന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും മോദിയുടെയും വിമർശകനായിരുന്നു പി ചിദംബരം, മുൻ കേന്ദ്രമന്ത്രി. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പിന്തുണ നൽകുന്നു ഇക്കാര്യത്തിൽ എന്നതാണ്. പഹൽഗാം സംഭവം മാത്രമല്ല, പഹൽഗാമിന് പുറമെ ഉറിയിലും പുൽവാമയിലും അടക്കം ആക്രമണം ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടി വളരെ ജാഗ്രതയോടെ ഉള്ളതാണ്. അത് ഉചിതമായിരുന്നു. കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ജാഗ്രതയോടെയുള്ള നിലപാടുകൾ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒപ്പം മറ്റൊരു കാര്യമുള്ളത്, അടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കാൻ പോകുന്നു. അത് DGMOമാരുടെ ചർച്ചയാണ്. ഇപ്പോൾ സേനാ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘർഷം ഉണ്ടാകുമ്പോൾ പ്രതിരോധ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് DGMOമാരുടെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയുടെ DGMO എന്നത് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗയും, പാകിസ്ഥാൻ്റേത് മേജർ ജനറൽ ഖാസിഫ് അബ്ദുള്ളയുമാണ്. ഇവരുടെ ചർച്ചകൾ നാളെയാണ് നടക്കാനിരിക്കുന്നത്. ഇവിടെ സജിത്ത്, കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഇതൊരു ധാരണയല്ല, ഇതൊരു കരാറല്ല, മറിച്ചൊരു ധാരണ മാത്രം ആണ് എന്നുള്ളതാണ്. ഒപ്പം ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങളെ അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണങ്ങളെ യുദ്ധമായി കാണും, ആ നിലയിൽ തന്നെ തിരിച്ചടിക്കും എന്നൊക്കെ പറയുമ്പോഴും ഇതിലൊരു ധാരണയിലേക്ക് എത്തേണ്ടത് ഈ DGMOമാരുടെ കൂടിക്കാഴ്ചയിലാണ്. അവരാണിത് സംസാരിച്ച് ധാരണയിലേക്ക് എത്തിക്കേണ്ടത്. അങ്ങനെ തന്നെയുള്ള ഉപാധികളോടുകൂടിയ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ധാരണയിലേക്ക് പോകും എന്നാണോ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്? അങ്ങനെ കരുതണം. തീർച്ചയായും ധാരണ ഉണ്ടായേ മതിയാവൂ. കാരണം വെടിനിർത്തൽ